Money Box. Be financially disciplined. Hello everyone. ലിസ്റ്റഡ് കമ്പനീസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ് ബോണസ് ഷെയർ ഇഷ്യൂ, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്. എന്താണ് ബോണസ് ഷെയർ, എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്? ഇതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇന്നത്തെ സെഗ്മെന്റിലേക്ക് സ്വാഗതം. കമ്പനികൾ തങ്ങളുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അഡീഷണൽ ഷെയർസ് ആണ് ബോണസ് ഷെയർസ്. എന്നാൽ അങ്ങനെ ടോട്ടലി ഫ്രീ ആയിട്ടൊക്കെ ഷെയർസ് കൊടുക്കാൻ പറ്റുമോ ഷെയർ ഹോൾഡേഴ്സിന്? ഇപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ഹോട്ട് സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. ചുമ്മാ അങ്ങനെ റിലയൻസ് ഇൻഡസ്ട്രീസിന് തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ബോണസ് ഷെയർസ് എന്നാൽ കമ്പനി തീരുമാനിക്കുന്ന റേഷ്യോയിൽ തങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. എന്നാൽ കമ്പനിയുടെ ബുക്സിൽ അതിന് ചില അക്കൗണ്ടിങ് വരുത്തിയേ പറ്റൂ. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു കമ്പനിക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഒന്ന്, കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ബോണസ് ഷെയർ ഇഷ്യൂ നടത്താനുള്ള വ്യവസ്ഥ ഉണ്ടായിരിക്കണം, അതിനുള്ള ഓതറൈസേഷൻ ഉണ്ടായിരിക്കണം. രണ്ട്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവരുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷനും പാസ്സാക്കിയിരിക്കണം. മൂന്ന്, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റെസൊല്യൂഷൻ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആനുവൽ ജനറൽ മീറ്റിംഗ് അഥവാ AGM പാസ്സാക്കുകയും അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുകയും വേണം. ഇങ്ങനെ എല്ലാ അപ്രൂവലും ഓക്കെ ആയാൽ കമ്പനി ബോണസ് ഡിക്ലെയർ ചെയ്യുന്നു, അതിന് ഒരു റെക്കോർഡ് ഡേറ്റും ഫിക്സ് ചെയ്യുന്നു. ഏതൊരു കോർപ്പറേറ്റ് ആക്ഷനും ഒരു റെക്കോർഡ് ഡേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു എക്സ് ഡേറ്റും ഉണ്ടാവും. എന്താണ് ഈ റെക്കോർഡ് ഡേറ്റ്, എന്താണ് ഈ എക്സ് ബോണസ് അല്ലെങ്കിൽ എക്സ് സ്പ്ലിറ്റ് ഡേറ്റ്? റെക്കോർഡ് ഡേറ്റ് എന്നാൽ ആ കോർപ്പറേറ്റ് ആക്ഷൻ എലിജിബിൾ ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന ഒരു ഡേറ്റ് ആണ്. ആ റെക്കോർഡ് ഡേറ്റിൽ ആരൊക്കെയാണോ ഷെയർ ഹോൾഡേഴ്സ് അവർക്കൊക്കെ ആ പർട്ടിക്കുലർ കോർപ്പറേറ്റ് ആക്ഷന് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. എക്സ് ഡേറ്റ് എന്നാൽ ആ പർട്ടിക്കുലർ ഡേറ്റിൽ ആ കമ്പനി ഒരു ബോണസ് ഇഷ്യൂ ആണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആ കമ്പനിയുടെ ഷെയർ പ്രൈസിന്റെ വാല്യുവേഷനിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അഥവാ എക്സ് ഡേറ്റിന്റെ തലേ ദിവസം വരെ വാങ്ങിക്കുന്നവർക്ക് ആ കോർപ്പറേറ്റ് ആക്ഷന് എലിജിബിലിറ്റി ഉണ്ടാവും. എക്സ് ഡേറ്റ് എന്നോ അതിന് ഏകദേശം 2 ദിവസം കഴിഞ്ഞായിരിക്കും നോർമലി റെക്കോർഡ് ഡേറ്റ് വരുന്നത്. കാരണം ഇന്ത്യയിലെ സെറ്റിൽമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് T+2 ആണ്. നൗ സേ ഒരു കമ്പനി ABC ലിമിറ്റഡ് ബോണസ് ഇഷ്യൂ ഡിക്ലെയർ ചെയ്തതായിട്ട് വിചാരിക്കുക. അതിന്റെ റേഷ്യോ 1:1 ആണ് എന്നും കരുതുക. ബോണസിൽ 1:1 റേഷ്യോ എന്നാൽ 1 ഷെയർ ഫോർ എവറി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്, അതാണ് അതിന്റെ മീനിങ്. റേഷ്യോയിലെ ഫസ്റ്റ് പാർട്ട് എത്ര അഡീഷണൽ ഷെയർസ് കിട്ടും, സെക്കൻഡ് പാർട്ട് എക്സിസ്റ്റിംഗ് ക്വാണ്ടിറ്റി ആണ്. സോ ഈ കമ്പനി ABC ലിമിറ്റഡിന്റെ ഷെയർ പ്രൈസ് ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്നത് 100 രൂപയാണ് ഒരു ഷെയറിന്റെ പ്രൈസ് എന്ന് വിചാരിക്കുക. എനിക്ക് 100 ഷെയർ അതിന്റെ ഹോൾഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ബോണസ് അല്ലെങ്കിൽ എക്സ് ബോണസ് ഡേറ്റിൽ ഈ പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയർ പ്രൈസ് 1:1 ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഷെയർ പ്രൈസ് 50 രൂപയിലേക്ക് താഴുകയും അല്ലെങ്കിൽ റേറ്റ് ചെയ്യപ്പെടുകയും ഷെയർ ഹോൾഡേഴ്സിന് എക്സിസ്റ്റിംഗ് ഷെയറിന്റെ കൂടെ ഒരെണ്ണം കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യുന്നു. അഥവാ എനിക്ക് 100 ഷെയർ ആണ് ഉള്ളതെങ്കിൽ അത് 200 ഷെയർ ആവുന്നു, കമ്പനിയുടെ ഷെയർ പ്രൈസ് 50 ആയിട്ട് മാറുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് വരികയും ചെയ്യുന്നു. സോ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂവിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. 100 ഷെയർ ഹോൾഡ് ചെയ്തു, അതിന് 100 രൂപയാണെങ്കിൽ 10,000 രൂപ വാല്യുവേഷൻ ആയിരുന്നത് ബോണസിന് ശേഷം 200 ഷെയർസ് ആയി, പെർ ഷെയറിന്റെ പ്രൈസ് 50 ആയി. അങ്ങനെ ടോട്ടൽ 200 × 50 10,000 റുപ്പീസ്. ആ വാല്യുവേഷനിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി ബോണസ് 2:1 റേഷ്യോ ആണെങ്കിൽ 2 അഡീഷണൽ ഷെയർസ് ഫോർ എവറി 1 ഷെയർ എന്നാണ്. എനിക്ക് 100 ഷെയർ ആണ് എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ് എങ്കിൽ എനിക്ക് അതിന്റെ കൂടെ 200 ഷെയർസും കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നു. അങ്ങനെ ടോട്ടൽ 300 ഷെയർസ് ആയിട്ടും എന്റെ ഹോൾഡിംഗ് മാറുകയും ആ റേഷ്യോയിനനുസരിച്ച് ആ ഷെയറിന്റെ പെർ പ്രൈസിൽ അഡ്ജസ്റ്റ്മെന്റ് വരികയും ചെയ്യുന്നു. സോ ഇതാണ് ബോണസ് ഷെയറിന്റെ ഇഷ്യൂ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ക്വാണ്ടിറ്റി ഹോൾഡിങ്ങിലുള്ള അഡ്ജസ്റ്റ്മെന്റും പ്രൈസിലുള്ള അഡ്ജസ്റ്റ്മെന്റും. ഇനി ബോണസ് ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനിയുടെ ബുക്സിൽ ചില അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് നടത്താറുണ്ട്. അതിനു മുന്നേ നമുക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാം. ഏതൊരു കമ്പനിയും തങ്ങളുടെ ഓഹരികൾ ആദ്യം സെല്ല് ചെയ്യുമ്പോൾ അതൊരു ക്യാപിറ്റൽ റേസിംഗ് അല്ലെങ്കിൽ ഫണ്ട് റേസിംഗിന് വേണ്ടിയായിരിക്കും അല്ലെ.
അത് ഒരു നോമിനൽ വാല്യൂവിനായിരിക്കും, അല്ലെങ്കിൽ അതിനെ പാർ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂ എന്ന് പറയും. നോർമലി കമ്പനികളുടെയൊക്കെ ഷെയർ ആദ്യം ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഷെയറിന് 10 രൂപയായിരിക്കും. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നാൽ ഫേസ് വാല്യൂ ആണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 10 രൂപയാണ് ഒരു കമ്പനിയുടെ ഫേസ് വാല്യൂ എങ്കിൽ അത് 5 രൂപയായിട്ട് ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതിനെ 2:1 റേഷ്യോ എന്ന് പറയുന്നു. ബോണസിന്റെ റേഷ്യോയും സ്പ്ലിറ്റിന്റെ റേഷ്യോയും തമ്മിൽ പറയുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് അതിലുണ്ട്. ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് അഡീഷണൽ ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതേസമയം സ്പ്ലിറ്റ് ആവുമ്പോൾ അവിടെ ഫേസ് വാല്യൂ ആണ് സ്പ്ലിറ്റ് ആവുന്നത്. അഥവാ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയറുകളെല്ലാം തിരിച്ചെടുത്തിട്ട് അതിന് പകരം പുതിയ ഷെയർ ആണ് കൊടുക്കുന്നത്. സോ 100 ഷെയർ ആണ് ഞാൻ ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നത്. 10 രൂപയാണ് അതിന്റെ ഫേസ് വാല്യൂ എങ്കിൽ, നിലവിലെ ഫേസ് വാല്യൂ എങ്കിൽ, അത് 5 രൂപയാണ് ഫേസ് വാല്യൂ മാറ്റുന്നതെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും 200 ഷെയർ കിട്ടണം. സോ 2:1 റേഷ്യോ എന്നാണ് ഇവിടെ പറയുന്നത്. എക്സിസ്റ്റിംഗ് ഷെയർ 100 ആണെങ്കിൽ അതിന് 2, ഒരു ഷെയറിന് 2 ഷെയർ വീതം കിട്ടുന്നു. അങ്ങനെ പുതിയ ഷെയർ ആണ് ഈ ഫസ്റ്റ് പാർട്ടിൽ വരുന്ന, അതാണ് ടോട്ടൽ 200 ഷെയർസ് എനിക്ക് ആവുള്ളൂ. അതിൻ്റെ കൂടെ എക്സിസ്റ്റിംഗ് ഷെയർസ് ബോണസ് പോലെ തന്നെ 100 കൂട്ടത്തില്ല. ഫേസ് വാല്യൂ 10 ആയിരുന്നത് ഫേസ് വാല്യൂ 5 ആവുമ്പോൾ ഷെയർ പ്രൈസ് നേർ പകുതി ആവുന്നു, നമ്മളുടെ ക്വാണ്ടിറ്റി, നമ്മളുടെ ഷെയറിന്റെ ഹോൾഡിങ് ഡബിൾ ആവുന്നു. സോ ഇവിടെയും നമ്മളുടെ വാല്യുവേഷൻ, നമ്മളുടെ ഹോൾഡിങ്ങിന്റെ വാല്യുവേഷനിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ഇനി ബോണസിന്റെയും സ്റ്റോക്ക് സ്പ്ലിറ്റിന്റെയും ഡിഫറൻസ് നമ്മൾ ഒരു ടേബിൾ കണ്ടുകൊണ്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ബോണസും സ്പ്ലിറ്റും വരുന്ന സമയം നമ്മുടെ ഷെയർ ഹോൾഡിങ്ങിലും കമ്പനിയുടെ ബുക്സിലും എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. കമ്പനി ABC ലിമിറ്റഡ്, അതിന്റെ ഫേസ് വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ്, അല്ലെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് ഒരു ഷെയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഷെയർ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്, അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ എന്നാൽ 100 റുപ്പീസ്, റൈറ്റ്? കമ്പനിയുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. പ്രൊമോട്ടേഴ്സ് ഉൾപ്പെടെ, നമ്മൾ ഉൾപ്പെടെ, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഉൾപ്പെടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് 10 ലാക്സ് ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ആ കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഇൻറ്റു പ്രൈസ് പെർ ഷെയർ. അപ്പോൾ തീർച്ചയായിട്ടും 10 കോടി അല്ലെ? 10 ലക്ഷം ഇൻറ്റു 100, അപ്പോൾ 10 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10 ലക്ഷമാണെങ്കിൽ ഇൻറ്റു ഫേസ് വാല്യൂ, അതാണ് അതിന്റെ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് എന്ന് പറയുന്നത് 5 കോടിയെ കമ്പനിക്ക് ഉണ്ട് എന്നും വിചാരിക്കുക. റിസർവ് എന്താണെന്ന് പിന്നീട് ഞാൻ പറയാം. ഇവിടെ ഈ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, അത് 1:1 റേഷ്യോയിലാണ് എങ്കിൽ അതിന്റെ ഫേസ് വാല്യൂയിൽ, ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂയിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ല. എന്നാൽ 1:1 റേഷ്യോ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ അത് നേർ പകുതിയാവുന്നു. അതിന്റെ പ്രൈസ് നമ്മുടെയൊക്കെ കയ്യിലുള്ള ഹോൾഡിങ് ഇരട്ടിയാവുന്നു. 1 ഷെയർ ഉള്ളവർക്ക് 2 ഷെയർ, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 200 ആവുന്നു. ഈ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയിൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ യാതൊരു വ്യത്യാസവും വരുന്നില്ല. കമ്പനിയുടെ പക്ഷേ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഇരട്ടി ഷെയർ അഡീഷണൽ ആയിട്ട് കൊടുത്തു അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ 10 ലാക്സ് എന്നുള്ളത് 20 ലാക്സ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു ചേഞ്ചും വരുന്നില്ല. 20 ലാക്സ് ആയെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ 50 ആയി. അപ്പം അതേ മാർക്കറ്റ് ക്യാപ് 10 crore തന്നെ നിൽക്കുന്നു. ഷെയർ ക്യാപിറ്റൽ ബോണസിൽ അവിടെയാണ് അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നത്. ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോർമലി കമ്പനിയുടെ റിസർവിൽ നിന്നും ആ എത്രയാണോ അഡീഷണൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അതേ ഇൻറ്റു ആ കമ്പനിയുടെ അപ്പോഴത്തെ ഫേസ് വാല്യൂ, അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ എമൗണ്ട്, അഥവാ ടോട്ടൽ 20 ലാക്സ് ഉണ്ട് ഇപ്പോൾ. അപ്പം 10 ലാക്സ് ആണ് അഡീഷണൽ ഇഷ്യൂ ചെയ്തത്. 10 ലാക്സ് ഇൻറ്റു 10, 1 crore. ആ 1 crore കൂടെ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ ആഡ് ചെയ്യപ്പെടുന്നു. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അത് ആഡ് ചെയ്യുന്നു. എന്നാൽ അവിടുത്തെ റിസർവിൽ നിന്നാണ് എടുത്തത്. അത് ആ റിസർവ് റിട്ടേൺ ഏർണിംഗ്സിൽ നിന്നും അത് കുറയുകയും ചെയ്യുന്നു. ഇതാണ് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന മാറ്റം. ഇനി ഇത് തന്നെ സ്പ്ലിറ്റ് ആണെന്ന് വിചാരിക്കുക. ഫേസ് വാല്യൂ 10 നിന്ന് 5 ആയി. അപ്പോൾ അവിടെ ഫേസ് വാല്യൂ ആണ് ചേഞ്ച് ചെയ്യുന്നത്. മാർക്കറ്റ് പ്രൈസ് ഒബ്വിയസ്ലി നേർ പകുതിയാവുന്നു. നമുക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇരട്ടി ഷെയർ കിട്ടുന്നു ഈ റേഷ്യോയിലാണെങ്കിൽ. ഇൻവെസ്റ്റ്മെന്റ് വാല്യൂയിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് വീണ്ടും കൂടി. 10 എന്നുള്ളത് 5 രൂപ ഫേസ് വാല്യൂ ആയി. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഷെയർസ് കൂടി. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോ ചേഞ്ച്. ഷെയർ ക്യാപിറ്റലും ഒരു ചേഞ്ച് വരുന്നില്ല. കാരണം
ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് എന്ന് പറയുന്നത് 20 lakhs ആണ്. എന്നാൽ ഇപ്പോൾ ഫേസ് വാല്യൂ 5 ആണ്. 20 into 5 1 crore തന്നെ അത് നിൽക്കുന്നു. റിസർവിലും യാതൊരു മാറ്റവും വരുന്നില്ല. സോ ഇതാണ് ബോണസും സ്പ്ലിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഈ ബോണസിലുള്ള ഈ ഒരു അക്കൗണ്ടിംഗ് പാർട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബോണസ് ഇഷ്യൂ എന്നത് ക്യാപിറ്റലൈസേഷൻ ഇഷ്യൂ ആണ്. അഥവാ നമ്മൾ മുന്നേ കണ്ടു ബോണസ് ഷെയർസ് ഫണ്ട് ചെയ്യുന്നത് റിസർവിൽ നിന്നാണ്. എന്താണ് റിസർവ് എന്നാൽ? ഏതൊരു കമ്പനിയുടെയും റിസർവ് എന്നാൽ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. അഥവാ ഏതൊരു കമ്പനിയും തങ്ങളുടെ വാർഷിക നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം റിസർവ് ആയിട്ട് അല്ലെങ്കിൽ കരുതലായിട്ട് സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഇത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരു ഭാഗം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നോർമലി. അഥവാ ഒരു കമ്പനിയും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുന്നതിന്റെ ആ ഫുൾ പ്രോഫിറ്റും എവറി ഇയർ ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. ഒരു കരുതൽ ധനശേഖരമായിട്ട് എല്ലാ നല്ല കമ്പനിയും റിസർവ് ആയിട്ട് കുറെ പണം അല്ലെങ്കിൽ ഒരു നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഭാഗം കീപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബോണസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനി തീർച്ചയായിട്ടും ഹൈ റിസർവ് ഉള്ള കമ്പനി ആയിരിക്കും. അഥവാ നല്ല റീറ്റെയിൻഡ് ഏർണിങ്സ് ഉള്ള കമ്പനി ആയിരിക്കും ബോണസ് ഇഷ്യൂ നടത്താറുള്ളത്. അങ്ങനെ റീറ്റെയിൻഡ് ഏർണിങ്സ് വരണമെങ്കിൽ ആ കമ്പനി വർഷങ്ങളായിട്ട് നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സും ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ മെയിൻ പോയിന്റ്. സോ ഒരു നല്ല മാനേജ്മെന്റ് ഉള്ള ഒരു കമ്പനി, നല്ല ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള കമ്പനി ഒരു പുതിയ ബിസിനസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് തന്നെ നല്ലൊരു എക്സ്പാൻഷന് സാധ്യത ഉണ്ടെങ്കിൽ അതിനുള്ള പണം കണ്ടെത്താനുള്ള ഒരു മാർഗം തന്നെയാണ് ബോണസ് ഇഷ്യൂ എന്നുള്ളത്. ഒരു ലോണോ അല്ലെങ്കിൽ കമ്പനിയുടെ ബുക്സിൽ ഡെറ്റോ വരുത്താതെ റീറ്റെയിൻഡ് ഏർണിങ്സിൽ നിന്ന് തന്നെ പണം അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തിക്കൊണ്ട് അതിന് പകരമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും വളരെ ഹാപ്പിയായി. കാരണം കമ്പനി ആ പണം എടുക്കുന്നത് നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ബിസിനസ് തങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള നമ്മളെല്ലാവരും അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരെല്ലാവരും കമ്പനിയുടെ ഓണേഴ്സ് തന്നെയാണ്. സോ അവരുടെ പണം എടുത്ത് ആ കമ്പനി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. സോ ഇതാണ് ആ റിസർവിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ്. റീറ്റെയിൻഡ് ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാപിറ്റൽ റേസിംഗ് ആണ് നടക്കുന്നത് അവിടെ. അതുപോലെ തന്നെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് ഷെയർസ് ധാരാളം മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ ഒരു ഷെയർ ഹോൾഡർ ബേസ് ആ കമ്പനിയുടെ വളരെ വലുതാവുന്നു. ആ കമ്പനിയുടെ ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ അതിന്റെ ആ ലിക്വിഡിറ്റി തന്നെ വളരെ ഹൈ ആവുന്നു. അതുപോലെ ഹൈലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ ബോണസിന് ശേഷം അതിൽ പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അതിന്റെ ആ ഷെയറിലുള്ള അട്രാക്റ്റീവ്നെസ് കൂടുന്നു, പർച്ചേസിംഗ് പവർ കൂടുന്നു, കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുന്നു, കൂടുതൽ ബൈയിങ് അവിടെ നടക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു നല്ല ഒരു ഷെയറിലെ പ്രൈസിലുള്ള ഒരു അപ്രീസിയേഷൻ അവിടെ വരാനുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ്. എന്നിരുന്നു കഴിഞ്ഞാലും ഈ കമ്പനി എന്ന് പറയുന്നത് വളരെ സോളിഡ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ. ഇനി സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നതിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും കമ്പനിയുടെ ഷെയർ ഹോൾഡർ ബേസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വേറെ റിസർവിലുള്ള അല്ലെങ്കിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെ സ്പ്ലിറ്റിൽ നടക്കുന്നില്ല. ഷെയർ ഹോൾഡർ ബേസ് കൂടുന്നു. അതുപോലെ തന്നെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂട്ടാനായിട്ടും വേണ്ടിയാണ്. ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് നന്നായിട്ട് ഉയർന്നാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അത് അഫോർഡബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി കൂടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് സാധാരണയായിട്ട് കമ്പനികളൊക്കെ അല്ലെങ്കിൽ ഫേസ് വാല്യൂ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ബോണസ് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഇത് രണ്ടും മാൻഡേറ്ററി ആയിട്ടുള്ള രണ്ട് കോർപ്പറേറ്റ് ആക്ഷൻസ് ആണ്. നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആരും ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക് പ്രോസസ് ആണ്. എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു. അടുത്ത സെഗ്മെന്റിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. Please like, share and subscribe.